പിന്നെ ശ്രീ രാഹുൽ ഗാന്ധി ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല, വെടികൊണ്ടപ്പം മരിച്ചതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നല്ല. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട. കാരണം ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാർ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ല, അത് ഉദ്ദേശിച്ചൊന്നുമില്ല. അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല.